മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് ചെലവഴിച്ച തുക എന്ന പേരിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് മുഖ്യമന്ത്രി. പുറത്തു വന്നത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല എന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സഹായം നേടാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമെന്നും വിമർശനം. തെറ്റായി പ്രചരിക്കുന്നത് കേന്ദ്രത്തിന് കൈമാറിയ മെമ്മോറാണ്ടത്തിൽ വിവരങ്ങളെന്ന് റവന്യൂ മന്ത്രി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ നിയമസഭാ കക്ഷിയോഗം രാവിലെ. അതീഷി മർലേനയ്ക്ക് ആദ്യ പരിഗണന. കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നുവെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ്. നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച മലപ്പുറം തിരുവാലിയിൽ അതിജാഗ്രത. യുവാവിന്റെ ബംഗളൂരുവിലെ സഹപാഠികളും നിരീക്ഷണത്തിൽ. നിപ്പ ലക്ഷണങ്ങൾ കണ്ട 10 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചതിൽ അറസ്റ്റ്. അജ്മലിനും ഡോക്ടർ ശ്രീകുട്ടിക്കുമെതിരെ മനഃപൂർവ്വ നരഹത്യയ്ക്ക് കേസ്. ഇരുവരും മദ്യപിച്ചിരുന്നുവെന്ന് സ്ഥിരീകരണം. അജ്മൽ വഞ്ചന, ചന്ദനക്കടത്ത് അടക്കമുള്ള കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. മലയാള ചലച്ചിത്ര സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടന. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിന് ആഷിഖ് അബു അടക്കമുള്ളവർ ശ്രമം ആരംഭിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വകാര്യത അന്വേഷണ സംഘവും ഒരു വാർത്താ ചാനലും ലംഘിക്കുന്നുവെന്ന് WCC. വാർത്താ ഇടപെടലിൽ സ്വകാര്യ വാർത്താ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് WCC. രാഹുൽ ഗാന്ധിയുടെ നാവരിയാൻ പ്രതിഫലം പ്രഖ്യാപിച്ച് ശിവസേന ഷിൻഡെ പക്ഷ MLA. രാഹുലിന്റെ നാവരിയുന്നവർക്ക് 11 ലക്ഷം നൽകുമെന്ന് സഞ്ജയ് ഗെയ്ക്വാദ്. വെല്ലുവിളി സംവരണത്തെക്കുറിച്ച് അമേരിക്കയിൽ രാഹുൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ.